ദക്ഷിണ ചൈന കടലിനെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും ബന്ധിപ്പിക്കുന്ന ചൈനയുടെ ചോക്ക് പോയിന്റായ മലാക്ക കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിൽ, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ $9 ബില്യൺ പദ്ധതി പ്രകാരം ഷിപ്പിംഗ് ഹബ്ബും വിനോദസഞ്ചാര കേന്ദ്രവുമാക്കുമെന്ന് റിപ്പോർട്ട്. 572 ദ്വീപുകളുള്ള ഈ ദ്വീപ് ശൃംഖല ഇന്തോ പസഫിക്കിൽ ചൈനയുടെ വളർന്നുവരുന്ന ആധിപത്യത്തെ സന്തുലിതമാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ഉയർന്നുവരുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നാവിക സേനയുടെ ഉപരിതല കപ്പലുകളും അന്തർവാഹിനികളും അവയുടെ സാന്നിധ്യം കൊണ്ട് സർവ്വവ്യാപിയായി മാറിയിരിക്കുന്നു. 1962 ഇന്ത്യയും ചൈനയും തങ്ങളുടെ ആദ്യത്തേതും രക്തരൂക്ഷിതവുമായ യുദ്ധം നടത്തിയപ്പോൾ ഒരു റോമിയോ ക്ലാസ് ചൈനീസ് അന്തർവാഹിനി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കണ്ടതിനെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 150 നാവികരുടെ സൈന്യത്തിന് അനുമതി നൽകിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്ന ചൈനീസ് അന്തർവാഹിനികൾ ഇടുങ്ങിയ മലാക്ക കടലിടുക്കിലിറങ്ങാൻ നിർബന്ധിതരാകുന്നു. കൂടാതെ 572 ദ്വീപുകളിൽ 37 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ എന്നതിനാൽ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ ശക്തമാക്കാനുള്ള ഇന്ത്യയുടെ നടപടികൾ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ കാർഗിൽ യുദ്ധത്തിനു ശേഷം നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയും ആളൊഴിഞ്ഞ പോസ്റ്റുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആൻഡമാൻ ദ്വീപുകളിൽ ഭൂരിഭാഗവും ജനവാസമില്ലാത്തതിനാൽ ശത്രുതയുള്ള അയൽക്കാരനായ ചൈനയുടെ രഹസ്യമായ അധിനിവേശത്തിന് ഈ ദ്വീപ് ശൃംഖല ഇരയാകുമെന്ന് ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കമാൻഡായ ആൻഡമാൻ നിക്കോബാർ കമാൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സ്ഥാപിതമായി. ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ദ്വീപ് ശൃംഖലകളിലൊന്നാണെന്ന് പറയപ്പെടുന്നു. 572 ദ്വീപുകളുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റ് മ്യാൻമാറിൽ നിന്നും 22 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയും അതിന്റെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ഇന്തോനേഷ്യയിൽ നിന്നും വെറും 90 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുമാണ്. അതോടൊപ്പം 60,000-ലധികം വാണിജ്യ കപ്പലുകൾ സഞ്ചരിക്കുന്ന ബംഗാൾ ഉൾക്കടൽ, 6 ഡിഗ്രി, 10 ഡിഗ്രി ചാനലുകൾ എന്നിവയെ ദ്വീപുകൾ നിയന്ത്രിക്കുന്നു. അതിനാൽ തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്കിനും കിഴക്ക് പടിഞ്ഞാറ് ഷിപ്പിംഗ് റൂട്ടിനും സമീപത്തായുള്ള ക്യാമ്പൽ ബേയിൽ ഇന്ത്യ നിലവിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്ത് നിന്നും 1200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ശൃംഖലയുടെ ഏറ്റവും വലിയ നേട്ടം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നായ മലാക്ക കടലിടുക്ക് പോലെയുള്ള പ്രധാന ചോക്ക് പോയിന്റുകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. അതിനാൽ ദ്വീപ സമൂഹത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും സുസ്ഥിരമായൊരു ഇന്തോ പസഫിക് നിലനിർത്താനുമുള്ള അന്വേഷണത്തിലാണ് ഇന്ത്യ നിലവിൽ. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം അതിന്റെ ട്വിറ്റർ ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത പ്രൊമോഷണൽ വീഡിയോയിലൂടെ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ സ്കെയിൽ അളക്കാൻ കഴിയും. 2021 മാർച്ചിൽ നീതി ആയോഗ് ആൻഡമാനിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ സമഗ്ര വികസനം എന്ന പേരിൽ 72,000 കോടി രൂപയുടെ പദ്ധതി അവതരിപ്പിച്ചു. ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം, ഒരു പവർ പ്ലാന്റ്, ഒരു ടൗൺഷിപ്പ് എന്നിവയുടെ നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു. സർക്കാർ സ്ഥാപനമായ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ക്ലിയറൻസ് ഈ പ്രദേശത്തെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികൾക്കിടയിൽ ഉണർത്തിയിട്ടുണ്ട്. ഭീമാകാരമായ ലെതർബാക്ക് ആമകൾ, നിക്കോബാർ മെഗാപോഡ്, ഗ്രേറ്റ് നിക്കോബാർ ക്രേക്ക്, നിക്കോബാർ ക്രാബ് ഈറ്റിംഗ് മക്കാക്ക്, നിക്കോബാർ ട്രീഷു എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന പ്രാദേശികമായ നിരവധി ജീവജാലങ്ങൾ ഈ ദ്വീപ സമൂഹത്തിലെ മഴക്കാടുകളിലും ബീച്ചുകളിലും കാണപ്പെടുന്നു. അതോടൊപ്പം 910 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ സമൂഹത്തിന്റെ തീരത്ത് കണ്ടൽക്കാടുകളും പാണ്ടൻകാടുകളുമുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ഷോംബൻ, നിക്കോബാറീസ് എന്നിങ്ങനെ 2 ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 1969 മുതൽ 1980 വരെ ഈ ദ്വീപുകളിൽ 330 വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങളെ പാർപ്പിച്ച് ഇന്ത്യൻ സർക്കാർ 7 റവന്യൂ വില്ലേജുകൾ സ്ഥാപിക്കുന്നതുവരെ ദ്വീപിലെ ഏക നിവാസികൾ ഇവർ മാത്രമായിരുന്നു. നിലവിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ്, ലിറ്റിൽ നിക്കോബാർ, മറ്റ് ചെറിയ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്ന തെക്കൻ നിക്കോബാറിലെ ജനസംഖ്യ 8,000-ലും അധികമാണ്. 30 വർഷത്തിനുള്ളിൽ ഏകദേശം 4 ലക്ഷം ആളുകളെ ഈ മെഗാ പ്രോജക്റ്റ് ദ്വീപിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പോർട്ട് ബ്ലെയറിലും കാർ നിക്കോബാറിലും ഇന്ത്യക്ക് ഇതിനോടകം തന്നെ 2 വിമാനത്താവളങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യൻ നാവികസേന വടക്ക് INS കോഹസയായി കമ്മീഷൻ ചെയ്ത ഷിബൂരിൽ നീളമുള്ള ഒരു റൺവേ നിലവിൽ നിർമ്മിക്കുന്നു. 10 വർഷത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ ഈ ദ്വീപുകളുടെ സൈനികാസ്തികൾ നിലവിൽ വികസിപ്പിക്കുന്നു. വലിയ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തെക്ക് കാമ്പൽ ബേ റൺവേ 10,000 അടിയായി നീട്ടും. ഇവയ്ക്ക് പുറമെ കമോർത്തയിൽ 10,000 അടി റൺവേ കൂടി ഇന്ത്യ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ സുഖോയ് 30 MKI, ജാഗ്വാർ മാരിടൈം യുദ്ധവിമാനങ്ങൾ എന്നിവ ഈ ദ്വീപുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ അന്തർവാഹിനി ഹണ്ടറായി അറിയപ്പെടുന്ന P-8 വിമാനങ്ങളും നിലവിൽ ഇവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്.
അതിനാൽ തന്നെ ഈ ആസ്തികളുടെ ഇവിടെ നിന്നുള്ള സ്ഥിരമായ വിന്യാസം സാധ്യമാക്കുന്നതിനാണ് നിലവിലെ ഈ സൈനിക അടിസ്ഥാന സൗകര്യ വികസനം വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദ്വീപുകളുടെ വികസനത്തിന്റെ സാമ്പത്തിക, വാണിജ്യ, സുരക്ഷാ സാധ്യതകളും പരിമിതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുൻ ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ DK ജോഷിയെ 2017 ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചു. ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശ് PLA നേവിയുടെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, ഗവേഷണ ഇന്റലിജൻസ് ശേഖരിക്കുന്ന കപ്പലുകൾ എന്നിവയുടെ ഇടയ്ക്കിടെയുള്ള ഗതാഗതം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികാസ്തികൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ജലാശയങ്ങളിലുള്ള ആണവ ആക്രമണ അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള സുസ്ഥിരമായ ചൈനീസ് നാവിക സാന്നിധ്യം കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഗണ്യമായൊരു അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഉയർത്തുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റ സാധ്യതകൾ ഒഴിവാക്കാൻ റഡാറുകൾ, വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആളില്ലാ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നെറ്റ്വർക്ക് ആസ്തികൾ വഴി ആൻഡമാൻ നിക്കോബാർ കമാൻഡ് 3 ഡയമെൻഷണൽ സമുദ്ര ഡൊമെയ്ൻ അവബോധം നിലനിർത്തേണ്ടതുണ്ട്. കമാൻഡിന് മതിയായ പ്രതിരോധവും ആക്രമണപരമായ ഫയർ പവറും കൂടാതെ ആംഫീബിയസ്, എയർലിഫ്റ്റ് കഴിവുകളുള്ള ദ്രുത പ്രതികരണ ശക്തികളും ഉപയോഗിച്ച് ശക്തിപ്പെടുത്താൻ ഇന്ത്യ നിലവിൽ പദ്ധതിയിടുന്നു. ആൻഡമാൻ നിക്കോബാർ കമാൻഡ് ആനുകാലികമായി സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ഉഭയകക്ഷി വ്യായാമമായ സിംബെക്സ് പോലെയുള്ള സംയുക്ത സമുദ്രാഭ്യാസങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഈ മേഖലയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ മിലാനും ഇന്ത്യൻ സൈന്യം നടത്തിപ്പോരുന്നു. ഏറ്റവും ഒടുവിൽ 7 വിദൂര ദ്വീപ് ശൃംഖലകളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിനായി ചെന്നൈ ആൻഡമാൻ നിക്കോബാർ അണ്ടർസീ ഇന്റർനെറ്റ് കേബിൾ ഇന്ത്യ ഉദ്ഘാടനം ചെയ്തിരുന്നു. പങ്കാളി രാജ്യങ്ങളുടെ നാവിക കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും മുൻപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പിറ്റ് സ്റ്റോപ്പ് ഉണ്ടാക്കാറുണ്ട്. പിറ്റ് സ്റ്റോപ്പ് എന്നാൽ സർവീസ് ചെയ്യുന്നതിനും ഇന്ധനം നിറയ്ക്കുന്നതിനുമായി ദ്വീപുകളിൽ കാണപ്പെടുന്ന സൗകര്യത്തെയാണ് അർത്ഥമാക്കുന്നത്. ക്വാഡ് രാജ്യങ്ങളും ഫ്രാൻസും ഇന്ത്യയുമായി ചേർന്ന് ആൻഡമാൻ നിക്കോബാർ വികസിപ്പിക്കുന്നതിനായും ചുറ്റുപാടുമുള്ള കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കാൽപ്പാടുകൾക്ക് ഉത്തരം നൽകുന്നതിനായും പ്രവർത്തിച്ചു പോരുന്നു. ആൻഡമാൻ കടലിലും ആഴത്തിലുള്ള ദക്ഷിണ ചൈന കടലിലും ചുറ്റിക്കറങ്ങുന്ന ചൈനീസ് അന്തർവാഹിനികൾക്കെതിരെ ഒരു മതിൽ സൃഷ്ടിക്കുന്ന അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത സെൻസറുകളുടെ ഒരു ശൃംഖലയായ ജപ്പാൻ അമേരിക്കൻ ഫിഷ്ഹൂക്ക് സൗണ്ട് സർവൈലൻസ് സിസ്റ്റം ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവയുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുമെന്ന് പറയപ്പെടുന്നതിനാൽ ഇതൊരു നിർണായക സഹകരണമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2ാം ലോക മഹായുദ്ധം വരെ ഈ ദ്വീപുകൾ നിയന്ത്രിച്ചിരുന്ന ജപ്പാൻ ഈ ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുന്നു. 2022 ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു പവർ സപ്ലൈ പ്രോജക്റ്റിനായി ഏകദേശം $133 ദശലക്ഷം വരെ സഹായം നൽകാൻ തീരുമാനിച്ചു. 2024 ഒക്ടോബറിൽ പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതി ദ്വീപുകൾക്ക് ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.